ഷംനാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വളരെ ടേസ്റ്റിയായ ചീസ് ബോൾ ആയാലോ? നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് അടിപൊളി ചീസ് ബോൾ ഉണ്ടാക്കിയാലോ? നമുക്ക് റംസാനൊക്കെ വരാൻ പോയല്ലേ ഇന്ന്, അപ്പോഴും നമുക്ക് ചായക്കൊക്കെ ഇത് ആക്കാൻ പറ്റിയ നല്ല കടിയാണ് കേട്ടോ. ഇതിനു വേണ്ടി ഞാൻ 3 ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക്, കുറച്ച് മല്ലിയില, 3 അല്ലി വെളുത്തുള്ളി, ചെറിയ പീസ് ഇഞ്ചിയാണ്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഒരല്പം ഉപ്പും ചേർത്ത് നമുക്ക് ആദ്യം ഇത് വേവിച്ചെടുക്കാം. 2 വിസിൽ വരെ വേവിച്ചാൽ മതി. കുറച്ച് കഴിഞ്ഞിട്ടേ കുക്കർ തുറന്ന് നോക്കാൻ പാടുള്ളൂ. ചൂടൊക്കെ തണുത്തതിന് ശേഷമാണ്. ഇപ്പം ഞാൻ എടുത്തതെന്ന് വെച്ചാൽ ഒരു 10 ബ്രെഡ് പീസ് എടുത്തിട്ടുണ്ട്. പിന്നെ ചീസിൻ്റെ ഇതുപോലത്തെ ഇതാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ 5 പീസ് ഉണ്ടാവും. അതിനെ കൊണ്ടാണ് ഞാൻ ചീസ് ബോൾ ഉണ്ടാക്കുന്നത്. ഇനി നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഇപ്പോൾ നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് വൈകുന്നേരം ചായക്കടിയായിട്ടും റമദാനായാലും പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോഴും ഒക്കെ നമുക്ക് കുറച്ച് നേരം തന്നെ ഇത് വേഗം ആക്കാൻ പറ്റിയ ഒരു നല്ലൊരു അടിപൊളി ഐറ്റമാണ് കേട്ടോ. അതും നമുക്ക് ഇതുപോലത്തെ ചീസ് വാങ്ങിയിട്ടും ഉണ്ടാക്കാം. ഇപ്പോൾ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. നല്ലോണം വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ നല്ലോണം അടിച്ചെടുക്കണം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മളെ മസാലകളൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്ന മസാലകൾ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയില ആദ്യം ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. പിന്നെ പച്ചമുളക്, നിങ്ങൾക്ക് എരിവ് കൂടുതൽ ഇഷ്ടമുള്ള ആളാണെങ്കിൽ 2 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക. ഞാനൊരു മുളക് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. ഇതൊക്കെ നമുക്ക് നല്ലോണം ഒടിച്ചെടുക്കണം കേട്ടോ. നല്ല നൈസായിട്ട് തന്നെ ഒടിച്ചെടുത്തോ. ഉരുളക്കിഴങ്ങ് ഒടുക്കുന്ന ഇത് തന്നെ ഉണ്ട്, അത് ഉണ്ടെങ്കിൽ അതിനോട് തന്നെ ചെയ്തെടുക്കാം. ഇപ്പോൾ ഞാൻ ഒരുവിധമൊക്കെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടിയാണ് ഇപ്പോൾ ചേർത്ത് കൊടുത്തത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഗരം മസാല പൗഡറും ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാൻ നേരത്തെ ഉരുളക്കിഴങ്ങിന് ഉപ്പ് ചേർത്തതാണ്, അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കണം. കാരണം നമ്മൾ ചീസിലും ഉപ്പുണ്ടാകും, അതുകൊണ്ടാണ്. ഇനി ഇത് നല്ലോണം നമുക്ക് കുഴച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ഉള്ളി ചേർക്കാൻ മറന്നുപോയി കേട്ടോ. ഇതൊരു പകുതി ഉള്ളിയാണ്, വലിയ ഉള്ളിൻ്റെ പകുതി ഇതുപോലെ ചെറിയ ചെറിയ പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമുക്കിതിലിട്ട് നല്ലോണം കുഴച്ചെടുക്കാം. ഞാൻ നേരത്തെ വാങ്ങിയ പാക്കറ്റ് ചീസിൽ ഇതുപോലെയാണ് ഉള്ളത്. അതിൻ്റെ അകത്ത് 5 പീസാണ് ഉള്ളത്. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ഇത് കട്ട് ചെയ്ത് ഇതിൻ്റെ ചെറിയ പീസാക്കിയിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കാൻ. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഈ ബ്രെഡിൻ്റെ ചുറ്റിലുള്ള ഈ കളറൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റാം ആദ്യം. ഇനി നമുക്കിത് വെള്ളത്തിൽ മുക്കിയെടുത്തിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പോയിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് നമുക്ക് ഇങ്ങനെയും ചെയ്യാം. ഞാൻ വേറൊരു രൂപം കൂടി കാണിച്ചു തരാം കേട്ടോ. ഇത് ആദ്യം നമുക്കിതുപോലെ ബ്രെഡ് ഇതിലേക്ക് പരത്തി വെച്ചതിന് ശേഷം ബ്രെഡിൽ നല്ലോണം വെള്ളമൊക്കെ പോയിപ്പിക്കണം ഇതാക്കുന്ന സമയത്ത്. എന്നിട്ട് ഇതുപോലെ ചെറിയ പീസ് ഇതിൻ്റെ അകത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിത് ഉരുട്ടിയെടുക്കാം കേട്ടോ. ഇതുപോലെ നമുക്ക് നല്ല വൃത്തിയായിട്ട് ഉരുട്ടിയെടുക്കണം. ഇത് എണ്ണയൊന്നും കുടിക്കില്ല കേട്ടോ. നിങ്ങൾ ഇതുപോലെ ചെയ്യുന്ന കണ്ടിട്ട് എണ്ണയൊക്കെ കുടിക്കുമോ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. നമുക്ക് അടിപൊളിയായിട്ട് തന്നെ ഇത് ചീസ് ബോളായിട്ട് തന്നെ കിട്ടും കേട്ടോ. നമുക്ക് ഇതുപോലെ എടുക്കാം കേട്ടോ. കുറച്ച് മാവ് ഇതുപോലെ എടുത്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് കുറച്ച് ചീസിൻ്റെ ഇതിട്ടതിന് ശേഷം ഇതുപോലെ ബോൾസ് ആക്കിയിട്ട് നമുക്ക് ആക്കിയെടുക്കാം. ഇത് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, ബോറടിപ്പിക്കുന്നില്ല. ഇത് എല്ലാ ടൈപ്പിലും ഞാൻ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഇതുപോലെ നമുക്ക് വെള്ളം നല്ലോണം ബ്രെഡിൽ പോയിപ്പിക്കണം കേട്ടോ.
എന്നിട്ട് വേണം നമ്മൾ ഈ ബോൾസൊക്കെ ഇതിലേക്ക് ഇട്ടിട്ട് നമുക്കിതുപോലെ ചുരുട്ടിയെടുക്കാൻ കേട്ടോ. ഇന്നലെ വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഇന്നലെ നല്ല തലവേദന ആയതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് കേട്ടോ. ഇനി ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ അധികം ബോറടിപ്പിക്കുന്നില്ല. ഞാനൊക്കെ കാണിച്ചു തന്നതാണ് കേട്ടോ. ഫസ്റ്റ് ടൈം ആക്കുന്നവർക്കൊക്കെ ഇതെന്താ അങ്ങനെയൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൂടുതലായിട്ട് വിശദമായി കാണിച്ചതാണ് കേട്ടോ. ഇപ്പോൾ എല്ലാ ബോൾസും റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കാം. നമ്മൾ ഇതൊക്കെ നമുക്ക് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണയൊക്കെ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തത് ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട്. നല്ലോണം ചൂടായതിന് ശേഷം ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. വേഗം ഇട്ട് കൊടുക്കാൻ പറ്റില്ല. നല്ലോണം ചൂടായതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഒരു പറ്റ് പോലും എണ്ണ കുടിക്കാതെ നമുക്ക് നമ്മുടെ ചീസ് ബോൾ നമുക്ക് കിട്ടും. നമ്മൾ എണ്ണ ചൂടാവാതെ ഇട്ടാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന കടികൾക്കായാലും എന്തും എണ്ണ കുടിക്കുന്നത്. അതുകൊണ്ട് നല്ലോണം ചൂടായതിന് ശേഷം നമുക്ക് ഇട്ട് കൊടുക്കാം. വളരെ ശ്രദ്ധയോടെ ഇട്ട് കൊടുക്കണം. എണ്ണയൊക്കെ കയ്യിലൊക്കെ തെറിക്കാത്ത രൂപത്തിൽ മെല്ലനെ പതുക്കെ ഇട്ട് കൊടുക്കണം. ഇനി നമുക്കിതൊക്കെ തിരിച്ചും മറിച്ചും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ബാക്കി രണ്ടും കൂടി ഞാൻ എടുക്കുന്നുണ്ട്. നിങ്ങൾക്കിത് വറുക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവുന്നുണ്ടാവും ഇതിൽ എണ്ണയൊന്നും കുടിച്ചിട്ടില്ല. അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ഞാനെല്ലാം വറുത്തെടുത്തത്. ഇതൊക്കെ നമുക്ക് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് ഒക്കെ എടുക്കാം. ഇതിൻ്റെ ചീസൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. അത്രയും നല്ല ടേസ്റ്റ് ഉണ്ടായിന്. നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇപ്പം നമ്മുടെ അടിപൊളി ഒക്കെ റെഡി ആയിട്ടുണ്ട്. ചീസ് ബോളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ അകമൊക്കെ കാണിച്ചു തരാം. ഇതുപോലെയാണ് ഉണ്ടാവുക. കുട്ടികൾക്കായാലും വലിയവർക്കായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. അത്രയും നല്ല ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത്. പുതിയ ഇതുപോലെ നല്ല വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ, ബൈ.